വർഷത്തെ ഒരു പേരന്റിങ് ആവശ്യമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അത് കുട്ടിയുടെ മൊത്തമായിട്ടുള്ള സ്വാശ്രയത്വത്തിലേക്കുള്ള വികസനത്തെ ബാധിക്കും. ഫെയ്ത്ത് പലപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത് ഫാമിലിയിൽ നിന്നാണ്. ശരിയല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് അത് വളരെ എസെൻഷ്യൽ ആണ്. ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെയാണ് പേരന്റിങ്ങിന്റെ അടുത്തത്. അപ്പൊ ബൈബിളില് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞിട്ട് അതിനെ 1-2 പോയിന്റുകൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് സമയമുള്ളൂ. ഒന്ന്, ബൈബിള് മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് വളരെ വിശദീകരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവം അല്ലേ? കാരണം മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യൻ ജന്മസിദ്ധമായ പാപ സ്വഭാവം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? അവനെ ഡിസിപ്ലിൻ ചെയ്യണം. അത് ജന്മസിദ്ധമായ ശരിയല്ല അല്ലേ? ദൈവവും മനുഷ്യനും ഡിസിപ്ലിൻ ചെയ്തതിൽ ഒരാൾ ശരിയായി വരത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് ബൈബിൾ നിർദ്ദേശിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങളുമുണ്ട്, വാഗ്ദാനങ്ങളുമുണ്ട്. ബൈബിള് ധാരാളം വാക്യങ്ങളുണ്ട്. ദൈവം ഒരു പിതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നല്ലൊരു പേരന്റ് ആയിരിക്കുന്നത് എന്നുള്ള ഒത്തിരി മോഡലിംഗ് ഉണ്ട് ബൈബിൾ. ദൈവമാണ് ഒരു ഐഡിയൽ പേരന്റ് അല്ലേ? ഒരു ഹ്യൂമൻ പേരന്റും ഐഡിയൽ പേരന്റ് അല്ല. ലോകത്തിലുള്ള എല്ലാ പേരന്റ് മോഡൽസ് ബൈബിളുണ്ട്. പക്ഷെ അതിനൊന്നും പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ദൈവമാണ് പെർഫെക്റ്റ് പേരന്റ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല മോഡലിംഗ് ചെയ്യാൻ പറ്റുന്നത് ദൈവം തന്റെ മക്കളെ എങ്ങനെ കരുതുന്നതെന്ന് നോക്കിയാൽ ദൈവം എങ്ങനെ നല്ലൊരു പിതാവായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന് കുടുംബ മാതൃകകൾ ബൈബിൾ പറയുന്നുണ്ട്. മറ്റൊന്ന് ബന്ധങ്ങൾ. മാതാപിതാക്കൾ മക്കളോട് ചെയ്യണം, മക്കൾ മാതാപിതാക്കളോട് ചെയ്യണം. ബന്ധങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഇതെല്ലാം ബൈബിളിലെ വാക്യങ്ങളുണ്ട്. അപ്പൊ ഒന്ന്, മനുഷ്യ സ്വഭാവം ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചവരാ മനുഷ്യൻ. ആദരവോടും അഭിമാനത്തോടും അവരോട് പെരുമാറണം. ഒരു കുട്ടി വളരെ യുണീക്കാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു കുട്ടിയെ പോലെ മറ്റൊരു കുട്ടിയില്ല. പ്രപഞ്ചം ഉണ്ടായത് തൊട്ട് പ്രപഞ്ചം അവസാനിക്കുന്നവൻ വരെ ഓരോ ചൈൽഡ് യുണീക്കാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളെ കമ്പയർ ചെയ്യരുത്. കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പോലെ ലോകത്തിൽ ഒരു കുട്ടിയില്ലെന്നുള്ളതാണ്. ഇപ്പൊ ലോകത്തിലെ സകല കുട്ടികളിൽ നിന്നും അന്യമാക്കുന്ന യുണീക്ക്നെസ്, ഒരു അനന്യത കുട്ടികളാണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ എന്റെ കുട്ടിയെ ഈ പ്രപഞ്ചത്തെ എല്ലാ കുട്ടികളിൽ നിന്ന് അന്യമാക്കുന്ന കുട്ടികളാണ്? അത് ആ യുണീക്കായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം ഓരോ യുണീക്ക് സൃഷ്ടിയിലുമുള്ള പ്രത്യേകത കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് ഏറ്റവും അറിയുന്നത് മാതാപിതാക്കളാണ് അല്ലെ? സോ ഫൈൻഡ് ദ യുണീക്ക്നെസ് ഓഫ് ചൈൽഡ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന്, അനന്തമായ സാധ്യതകളുള്ള ഓരോ കുട്ടിയെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. മറ്റൊന്ന്, ദൈവത്തിന് ഓരോരുത്തരും പ്രാധാന്യമുള്ളവരാണ് അല്ലെ? ലോകത്തേക്കാൾ വില ദൈവം മനുഷ്യന് കൊടുക്കുന്നു, ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. അവർക്ക് പ്രാധാന്യമുള്ളവരാണ്. മാത്രമല്ല, ജീവിതം സംതൃപ്തമാണ്. ഒരാളെ കുറിച്ച് ദൈവം എന്താ ഉദ്ദേശിച്ചാൽ അത് നിറവേറ്റപ്പെടപ്പോഴാണ് ലൈഫ് ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്നത്. ഫുൾഫിൽ ദ വിൽ ഓഫ് ഗോഡ് ഓഫ് ഈച്ച്. ഓരോ കുട്ടിയെ കുറിച്ച് ദൈവം സൃഷ്ടിച്ചതിനുള്ള ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത് അല്ലേ? കർത്താവ് തന്നെ താൻ എന്തിനാ വന്നതെന്ന് അറിയാമോ? അതുകൊണ്ടാണ് പോകാൻ നേരത്തെ നിർത്തിയാന്ന് പറഞ്ഞത്. അന്നേരം പോകാൻ നേരത്തെ നിർത്തിയാന്ന് പറഞ്ഞത്. പൗലോസിനെ അറിയാൻ താൻ എന്തിനാ വന്നതെന്ന്, അതുകൊണ്ടാണ് ഓട്ടം നേരത്ത് പോകാന്ന് പറഞ്ഞു പോയത്. ലൈഫിൽ എന്തിനാ വന്നതെന്ന് അറിയാവുന്നവർക്ക് അർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ? അപ്പൊ എന്തിനാ വന്നതെന്നും എന്തിനാ ജീവിക്കുന്നതെന്നും അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. അതാണ് നമ്മുടെ പർപ്പസ് കൊണ്ട് ഉണ്ടാകുന്നത്. എന്തെങ്കിലും ചെയ്തിട്ട് പോവല്ല. ദൈവം നിന്നെ യുണീക്കായിട്ട് സൃഷ്ടിച്ചത് ഫോർ എ യുണീക് പർപ്പസ്. ആ യുണീക് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അത് പൂർത്തിയായി പോകുമ്പോഴാണ് ജീവിതം ധന്യം. എന്നാൽ എല്ലാ കുട്ടികളും പാപ സ്വഭാവമുണ്ട്. അവർക്ക് തിരുത്തൽ നിർദ്ദേശങ്ങളും ആവശ്യമാണ്. അമിത സ്വാതന്ത്ര്യം പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, അവരെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പ്രധാനമായിട്ടും അതിന്റെ ഫോണ്ടിന്റെ വ്യത്യാസം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്താ ഈ പർപ്പസ് ഓഫ് പേരന്റ്, എന്താ ഈ പേരന്റിങ് കൊണ്ട് സാധിക്കേണ്ടത്, അതിന്റെ എല്ലാ പോയിന്റുകളും പറയാൻ എത്ര സമയം പറ്റത്തില്ല. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ദൈവമഹത്വം വെളിപ്പെടുത്താനാണ് ദൈവം സൃഷ്ടിക്കാൻ പറയുന്നത് അല്ലെ? നമ്മള് റോമൻസ് 9:23 എന്ന് വായിച്ചേ. 23:26.
യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ തന്റെ തേജസ് പറഞ്ഞാൽ റിഫ്ലക്ട് ഹിസ് ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സൃഷ്ടിച്ചതിന്റെയും വീണ്ടെടുത്തതിന്റെയും ലക്ഷ്യം. ആണോ? റിഫ്ലക്ട് ഹിസ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം ആരിൽ വരണം, മനുഷ്യന് പറഞ്ഞു. അപ്പൊ മറ്റൊരു ജീവിത ദൗത്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അയാൾ എന്തും മാത്രം കർത്താവിനോട് അനുഭവപ്പെട്ടു, കർത്താവിന്റെ സ്വഭാവം വന്നു, അവനെന്ന തനിവോളം വളർന്നു, അല്ലെ, അവന്റെ പക്വത പ്രാപിച്ചു എന്നൊക്കെ ഇതെല്ലാം ബൈബിളിൽ പല ടൈംസും പറയുന്നുണ്ട്. ഇതെല്ലാം അർത്ഥം എന്താ? അവനെ പോലെ ആയിത്തീരുക, അവനോട് അനുഭവപ്പെടുക, അവനെന്ന തലയോളം വളരുക, അവന്റെ സ്വഭാവം നമ്മളിൽ വരിക. ഇതെല്ലാം ക്രിസ്തുവിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ വരണം. ഇതാണ് സൃഷ്ടിയുടെ ഉദ്ദേശവും വീണ്ടെടുപ്പിന്റെ ഉദ്ദേശം. അപ്പം സ്വർഗത്തിൽ ഒരാളുടെ വിജയം എങ്ങനെ ഇരിക്കുന്നത്? ഒരാൾ ഹൗ മച്ച് ഹി റിഫ്ലക്ട് ഹിസ് ഗ്ലോറി ഇൻ ഹിസ് ത്രൂ ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തിൽ കൂടെ ദൈവമഹത്വം എത്രമാത്രം വെളിപ്പെടുത്താൻ പറ്റിയെന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ അളവ്, സ്പിരിച്വാലിറ്റിയുടെ അളവ്, അല്ലേ? അവിടെ ചെല്ലുമ്പോൾ അത് മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ചിലര് സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ ഒക്കെ ശോഭിക്കുന്നതിന് വ്യത്യാസം എന്താ? അത് സ്പിരിച്വാലിറ്റിയിലുള്ള ഡിഫറൻസ് ആണല്ലോ. ഹൗ മച്ച് ഹി കൺഫോം ടു ഹിസ് നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവത്തോട് എന്തുമാത്രം അനുഭവപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും ശോഭയിലുള്ള വ്യത്യാസം, ഗ്ലോറിയിലുള്ള വ്യത്യാസം. അതാണ് സ്വർഗത്തിൽ ഓരോരുത്തരെയും എന്ത് ചെയ്യുക? വ്യതിരിക്തരെ. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട് ഏത് മനുഷ്യനും. ഒന്ന്, അവനെ പോലെ ആയിത്തീരുക, അവൻ പറഞ്ഞു വിട്ട കാര്യം ചെയ്തിട്ട് പോകും. ഇരട്ട കാര്യം മനുഷ്യ ജീവിതത്തിലെ ആത്യന്തികമായ പർപ്പസ് ഉള്ളൂ. ആണോ? അവനെ പോലെ ആയിത്തീരുക, അവൻ ഇവിടെ ഭൂമി അയച്ച കാര്യം ചെയ്തിട്ട് പോവുക. ഈ രണ്ട് കാര്യമേ ഈ ഭൂമിയിലെ ആത്യന്തികമായ ലൈഫ് കൊണ്ട് സാധിക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളൂ. ശരിയാണോ? അവനെ പോലെ ആയിത്തീരുക, അവൻ പറഞ്ഞു വിട്ട കാര്യം പൂർത്തിയാക്കി. അപ്പോൾ നമുക്ക് കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നു, നിങ്ങൾ വിശുദ്ധരാകും. സമയമില്ല, പെട്ടെന്ന്. അവൻ വിവേകമുള്ളത്, നമ്മൾ വിവേകമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ സത്യവാനാണ്, നമ്മൾ പറയുന്നത് സത്യം ഒന്നും ഇല്ലെന്നും മാത്രമേ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ വിശ്വസ്തനാണ്, നമ്മൾ വിശ്വസ്തരായിരിക്കണം. പിന്നെ അവൻ നല്ലവനാണ്, നമ്മൾ നല്ലവരായിരിക്കണം. പിന്നെ അവൻ സ്നേഹമുള്ളവനാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം. പിന്നെ ഇങ്ങനെ അവൻ ദയുള്ളവനാണ്, നമ്മൾ ദയ കാണിക്കണം. ഇങ്ങനെ ധാരാളം ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന എല്ലാം വിശ്വാസികൾക്കും വേണമെന്ന് ബൈബിളിലെ വാക്യമുണ്ട്. അപ്പൊ എന്തോ അതോടെ ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം നമ്മളുടെ അവന്റെ മനസ്സുള്ളവരായി തീരുക, അവന്റെ ദയുള്ളവരായി തീരുക, അവനെ പോലെ വിശുദ്ധരായി തീരുക, അവനെ പോലെ സ്നേഹമുള്ളവരായി തീരുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് സ്പിരിച്വലി മൊത്തം സ്പിരിച്വൽ ട്രെയിനിങ്ങിന്റെയും പർപ്പസ് എല്ലാം എന്തോ ഈ സ്വഭാവം നമ്മൾ വരുത്തുക എന്നുള്ളതാണ്. ചെയ്യുന്നതുകൊണ്ടെല്ലാം ഉണ്ടാകേണ്ട ആത്യന്തിക ഫലം. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പിള്ളേരെ കുറിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഗോൾ എന്തായിരിക്കും? മറ്റൊന്നും ആയില്ലെങ്കിലും സ്പിരിച്വൽ ആത്മീയരായ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. ഇന്ന് നമുക്ക് പറയുന്നത് നമ്മൾ ആത്മീയരാന്ന് പറയും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ പിള്ളേരെ കുറിച്ചുള്ള ഹയസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എന്തല്ല? പലർക്കും സ്പിരിച്വൽ ആവണമെന്നുള്ളതല്ല. മാർക്ക് പറഞ്ഞാലുള്ള വിഷമം അവൻ ആത്മീയത പറഞ്ഞതിന്റെ പേരിൽ മാർക്ക് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, ജോലിയിലേ പ്രാർത്ഥിക്കും, മറ്റെന്തിനെ കുറിച്ചും വിഷമം വരും. പക്ഷെ ആത്മീയനല്ലെന്നുള്ളതിന്റെ പേരിൽ വിഷമിക്കുന്ന പേരൻസ് എത്ര ഉണ്ട്? ഇല്ലെന്നല്ല പറഞ്ഞേ, പക്ഷെ കമ്പാരിറ്റീവ്ലി എത്ര ഉണ്ട്? അപ്പൊ നമ്മൾ ആത്മീയത പ്രാധാന്യം എന്ന് പറയുമെങ്കിലും കാര്യത്തോട് എടുക്കുമ്പോൾ ആത്മീയതക്ക് അത്രയൊന്നും പ്രാധാന്യം ഇല്ല. എല്ലാവരെയും കുറിച്ചല്ലേ പറഞ്ഞു, ജനറലി. ശരിയല്ലേ? എന്നാ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ഗോൾ അതായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഒരു ആത്മീയ തലമുറ വാർത്തു വന്നത്. എന്തുകൊണ്ടാണ്? ആത്മീയതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. എന്നാൽ ആത്മീയതയുടെ പ്രാധാന്യം കുറഞ്ഞതോടെ പിള്ളേരിലും ആത്മീയതയുടെ പ്രാധാന്യം കുറഞ്ഞ് വരും. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ വേണം? നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്പിരിച്വാലിറ്റി ആയിട്ടുള്ള കുട്ടികൾ. ഈ ലോകത്തിൽ ആരും ആയില്ലെങ്കിൽ അവൻ ആത്മീയനായ ജീവിതം വിജയിച്ചു. അവനെ എല്ലാമായി അവസാനം ആത്മീയനല്ലെങ്കിൽ ജീവിതം പരാജയമാണ്. ഈ കാഴ്ചപ്പാട് കുറഞ്ഞ പക്ഷം ആത്മീയതയ്ക്കിലും ഉണ്ടാകണം. അതായിരിക്കണം എന്താ? അപ്പൊ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം?
മാതൃകയുടെ അഭാവം, ആത്മീയതയ്ക്കുള്ള പ്രാധാന്യക്കുറവ്, സഭയ്ക്കുള്ള സ്വാധീനം ഇന്ന് കുട്ടികളിൽ കുറഞ്ഞു വരുന്നു. ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കാനുള്ള സമയക്കുറവ്, മാറിയ കോഴ്സ് സമയങ്ങള്, പ്ലസ് ടു കഴിഞ്ഞ് മിക്ക കുട്ടികളും മറ്റേ 10-23 വയസ്സ് വരെ സ്വാധീനിക്കാതിരുന്നു. ഇപ്പം 16-17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരില്ല ഇവിടെ. അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ കൊണ്ട് പഴയ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്കോപ്പ് കുറവും ഒരു യാഥാർത്ഥ്യമാണ്. ആണോ അല്ലേ? ഇങ്ങനെ പ്രതികരിക്കും അല്ലേ? ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജനസിസ് 1:28 ദൈവം കൊടുത്ത അനുഗ്രഹം വർദ്ധിച്ചു വരിക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞങ്ങൾ പറയുന്നത് ഒരു ഫാമിലി ലൈഫ് നയിക്കാൻ ദൈവം എല്ലാവരെയും മനുഷ്യനേകനായിരിക്കുന്നതല്ല നന്നല്ല, വിവാഹം എല്ലാവർക്കും മാറ്റി. അപ്പൊ എല്ലാവരും സൃഷ്ടിക്കപ്പെടുക സ്പെഷ്യൽ കോളില്ലാത്തവരെല്ലാം വിവാഹം കഴിക്കണമെന്നാണ് ഇതിലാകെ. ഞാൻ കഴിഞ്ഞ കാതലിക് തിയോളജി കുറച്ച് പഠിച്ചപ്പോൾ നേരെ തിരിച്ച് അവിടെ പറയുന്നത് അവിടെ നോർമലി എല്ലാവരും സെലിബസിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. കല്യാണം കഴിക്കുന്ന ഒരു കോളായിട്ട് പറയുന്നത് കത്തോലിക്ക തിയോളജി, കത്തോലിക്ക ഓർത്തഡോക്സ് തിയോളജിയിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു കോളാണ്. നമ്മളെ സംബന്ധിച്ചോളം ബിബ്ലിക്കൽ നേരെ തിരിച്ചാണ്. കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നോർമലാണ്, കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതിനാണ് സ്പെഷ്യൽ കോൾ വേണ്ടി. അല്ലേ? ശരിയല്ലേ? കാരണം ദൈവത്തെ വിവാഹം എല്ലാവർക്കും മാന്യം, മനുഷ്യനെ ഏകനായിരിക്കുന്നതല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. വിവാഹം കഴിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. വിവാഹം കഴിക്കണ്ട എന്ന് ദൈവം പ്രത്യേകിച്ച് വിളിച്ചാൽ മാത്രം ചെയ്താൽ മതി. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതാണ് നമ്മുടെ തിയോളജിക്കൽ ഡിഫറൻസ് തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം തിയോളജിക്കൽ വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു. നേരെ ഓപ്പോസിറ്റ് ഒരു കോൺസെപ്റ്റ് അവിടെയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നാളെ ഒരു വിവാഹം നടത്താൻ ഒരു അപ്പനാകേണ്ട, അമ്മയാകേണ്ട, ഭർത്താവേണ്ട, ഭാര്യയാവേണ്ട ആളാണെന്നുള്ള നിലയിൽ വേണം പിള്ളേരെ വളർത്താൻ. നമ്മുടെ ഇന്നലെ പിള്ളേർ പലരും ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി പോകാനുള്ളവരാണെന്നുള്ള ബോധത്തോടെയാണ് പിള്ളേരെ വളർത്തുന്നത്. അത് വലിയൊരു കോൺസെപ്റ്റ്. അത് ദിവസങ്ങളോളം പഠിക്കേണ്ട കാര്യമാണ്. എന്താ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്ന് ബിബ്ലിക്കലി ഒരു ഹസ്ബൻഡിനെ കുറിച്ച് പറയാം, ക്രൈസ്റ്റ് ലൈക്ക് ഹെഡ്. നമ്മുടെ ഈ ഹെഡ്ഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വളരെ ഭീകരമാണ്. ഹെഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം? ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യണം. ബിബ്ലിക്കൽ ഹെഡ്ഷിപ്പ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ വേൾഡ്ലി കോൺസെപ്റ്റ് ഓഫ് ഹെഡ്ഷിപ്പ്. ആണോ? ക്രൈസ്റ്റിലേക്ക് ഹെഡ് ആയിരിക്കുക എന്ന് പറയുന്നതും പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സോഷ്യലി നമ്മുടെ നാട്ടിലുള്ള ഹെഡ്ഷിപ്പിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയുള്ള ഒരു ഹെഡ്ഷിപ്പാണ് ക്രൈസ്റ്റിലേക്ക് ഹെഡ്ഷിപ്പ്. ശരിയല്ലേ? ഈ ക്രൈസ്റ്റിലേക്ക് ഹെഡ്ഷിപ്പ് ഒരാളിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ക്രൈസ്റ്റിലേക്നെസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലേ? അവൻ സേവിക്കുന്ന തലയാണ്, ത്യാഗം ചെയ്യുന്ന തലയാണ്. അല്ലാതെ ഒരു സാധാരണ നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ഹെഡ്ഷിപ്പിൽ നിന്ന് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ക്രൈസ്റ്റിലേക്ക് ഹെഡ്ഷിപ്പ്. ഇത് അതാണ് നമ്മൾ ബൈബിൾ പറയുന്നത്. ഹെഡ്ഷിപ്പ് പഠിപ്പിക്കണം, പക്ഷെ എത്ര പഠിക്കണം? കയ്യുകൊണ്ട്, ശക്തി കൊണ്ടും അധികാരം കൊണ്ടും കീഴടക്കുന്ന ഒരാളല്ല, സ്നേഹം കൊണ്ട് നമ്മളെ വിൻ ചെയ്ത ക്രൈസ്റ്റിലേക്ക് ഹെഡ്ഷിപ്പ്. ഡിഫറെന്റ് ഹെഡ്ഷിപ്പ്. ത്യാഗം കൊണ്ട്, തന്റെ ത്യാഗത്തിന് മുമ്പിൽ രാവിലെ നമ്മൾ ആരാധിച്ചത് എന്താ? അവന്റെ ത്യാഗത്തെ കണ്ടിട്ട് അവന്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. അപ്പൊ ത്യാഗം കൊണ്ട് ഒരാളെ ഹൃദയം വിൻ ചെയ്യാൻ പറ്റുന്ന ഹെഡ്ഷിപ്പ്. ദാറ്റ്സ് എ ഡിഫറെന്റ് ഹെഡ്ഷിപ്പ് ഫ്രം ദ വേൾഡ് കോൺസെപ്റ്റ് ഓഫ് ഹെഡ്ഷിപ്പ്. ശരിയാണോ? അപ്പൊ അതൊരു വലിയ സബ്മിസീവ്നെസ്. ഒരു സബ്മിസീവ്നെസ് ഇവിടെ ദൈവം നിർദ്ദേശിക്കുന്ന കാര്യം. ആര്? സഭ ക്രിസ്തുവിന് കീഴടങ്ങിയത്, അല്ലെങ്കിൽ വിശ്വാസി ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത്. ക്രിസ്തു നമ്മളെങ്ങനെ കീഴടങ്ങി? ശക്തി കൊണ്ട് കീഴടങ്ങായിരുന്നു. കർത്താവ് തന്നെ ഒരുത്തൻ തനിക്ക് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇനി നിനക്ക് വേണ്ടി ജീവിക്കുമോ എന്നുള്ള ഒരു സമർപ്പണമാണ് ഒരു രക്ഷിക്കപ്പെട്ടത്. ശരിയല്ലേ? ഇത് തന്നെയാ കല്യാണം. വേറൊരു തരം കമ്മിറ്റ്മെന്റാണ്. എന്തുവാ? നീ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുമോ എന്നുള്ള തിരിച്ചുള്ള കമ്മിറ്റ്മെന്റ് അല്ലേ? മ്യൂച്വൽ കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റിലുള്ള ആ ഹെഡ്ഷിപ്പ് അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പിള്ളേരെ എന്ത് ചെയ്യണം? ബിബ്ലിക്കൽ മോഡൽ ഓഫ് ഫാമിലി ലൈഫ് ആയിക്കണമെങ്കിൽ ഈ മോഡല് ട്രെയിൻ ചെയ്യണ്ടായിരുന്നു. ശരിയല്ലേ? വീട് മാനേജ് ചെയ്യാനുള്ള കഴിവ് നമ്മളിവിടെ വായിക്കുന്നത്. തീത്തോസിലാതെ പുത്രപ്രിയരും പുത്രപ്രിയരും വീട്ടുകാരും നോക്കുന്നവരും എന്തുവാ പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ഒക്കെ പറഞ്ഞല്ലേ. അപ്പൊ ബഹുമാനിക്കാനും വീട്ടുകാരും നോക്കാനും ഞാൻ ബാക്കി പോലെയുള്ളവരും വീട്ടുകാരും നോക്കാനുള്ള പ്രാപ്തിയും വേണം. അത് അന്ന് സ്ത്രീകളോട് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ രണ്ടുപേരും മിക്സഡ് റോൾ ചെയ്യുന്ന കാലത്ത് രണ്ടുപേർക്കും ഈ കഴിവ് വേണം. ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എഴുതിയത്. കാരണം ഇപ്പൊ വീട്ടുകാരും ഇതൊക്കെ നമ്മൾ പരിശീലനം കൊടുക്കണം അല്ലേ? പക്ഷെ ഇന്നിപ്പോ 10-23 വയസ്സുള്ള കുട്ടികൾക്ക് എത്ര പേർക്ക് ഇതിനുള്ള കഴിവുണ്ട്?
trained to manage house. ഒരു കൊച്ചിനെ നോക്കാൻ കഴിവുള്ളവർ എത്ര പേര്? കൊച്ചിനെ പിടിക്കാൻ അറിയാവുന്നവർ എത്ര പേര്? കൊച്ചിനെ കരയിക്കുന്ന ഒരു കൊച്ചിനെ അരച്ചില് മാറ്റാൻ അറിയാവുന്ന സ്കില്ലുള്ളവർ എത്ര പേര്? കൊച്ചിനോടൊപ്പം കളിക്കാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഈ സർവ്വ അതൊരു അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ ഈ സ്കില്ലെല്ലാം പഠിച്ചിടാൻ പറ്റും അല്ലേ? ആ പാവം പോലെ കൊച്ചിനോട് കളിക്കണമെങ്കിൽ കൊച്ചിന്റെ പാവത്തിലേക്ക് നമ്മൾ മാറിയില്ല കൊച്ചമ്മക്ക് കയറത്തുള്ളൂ. അപ്പൊ കൊച്ചിന്റെ ഫ്ലക്ച്വേഷൻ ഓഫ് മൂഡ്, കൊച്ചിന്റെ ഭാവത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്ത് കുഞ്ഞു കളിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു അപ്പനാക്കാൻ പറ്റും. കൊച്ചിന് അങ്ങനെയുള്ള അപ്പനെ കൊച്ചു വരത്തുള്ളൂ. ശരിയല്ലേ? ദീസ് ആർ ഓൾ സ്കിൽസ് ദാറ്റ് വി ഹാവ് ടു ലേൺ. ശരിയല്ലേ? ഇത് അതുപോലും പലർക്കും അറിയത്തില്ല. 1, 8, 9 പിള്ളേരെയൊക്കെ കഴിഞ്ഞ നമ്മളെ വളർത്തി ഒരു കൊച്ചിനെ വളർത്താൻ മിക്കവാറും ഗ്രാൻഡ് പേരൻസിന്റെ ഹെൽപ്പ് വേണം. കാരണം അവർക്ക് അറിയത്തില്ല മാനേജിക്കാത്ത ആൾക്കാർ. കൊച്ചിനെ ക്യാൻസർ മാറ്റാനും അറിയത്തില്ല, എടുക്കാനും അറിയത്തില്ല, ടീച്ചറെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സോ ദീസ് ആർ ദ എസെൻഷ്യൽ സ്കിൽ ഫോർ എന്താ ലിവിങ്. ശരിയല്ലേ? അപ്പൊ ഇത്ര ഒത്തിരി ട്രെയിനിങ് നമുക്ക് ആവശ്യമുള്ള ഒരു ഫീൽഡാണ് ഇത്. ശരിയല്ലേ? അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പലരും ഇപ്പൊ വളർത്തുന്ന നാളെ കല്യാണം കഴിക്കുന്ന ഒരു ആശയമുണ്ട്. പക്ഷെ കല്യാണം ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്, ആ റോൾ ഏറ്റെടുക്കാത്തക്കൊണ്ട് ഇയാളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. ശരിയല്ലേ? പർപ്പസ് ഒക്കെ. മൂന്നാമത്തെ അവിടെ നമ്മൾ വാഴാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അവിടെ തന്നെ ഭൂമിയെ വാഴുക. എല്ലാ മനുഷ്യരും ജനിക്കുന്ന ഒരർത്ഥത്തിൽ ഭൂമിയെ വാഴാൻ, എന്തെങ്കിലും നേരത്തെ വാഴാനുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? നമ്മുടെ കഴിവുകൊണ്ട്, പ്രാപ്തി കൊണ്ട്. അപ്പൊ സത്യത്തിൽ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നമ്മുടെ കരിയറുകൊണ്ട് ചെയ്യുന്നത്. ടീച്ചറാകും, 10,000 പിള്ളേരെ ഡെവലപ്പ് ചെയ്യും. ഒരു ഡോക്ടർ എത്ര ആയിരം പേരെ ഹീലിംഗിന് സൗഖ്യം, ഒരു നേഴ്സ് എത്ര ആയിരം പേരെ ഹെൽപ്പ് ചെയ്യുക. ഒരായുസ് കൊണ്ട് എന്തുമാത്രം വലിയ വാഴലാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത് അല്ലേ? ആണോ അല്ലേ? അല്ലേ? അപ്പൊ അതിന് ചെയ്യണമെങ്കിൽ ചെയ്യണം അവരെ അവരുടെ പേഴ്സണാലിറ്റിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഫീൽഡിൽ. അവരുടെ പേഴ്സണാലിറ്റി ദൈവം സൃഷ്ടിച്ചേക്കുന്നതാണ്. കാരണം എന്തിനു വേണ്ടിയാണോ നീ സൃഷ്ടിക്കപ്പെട്ടത് അതിനുള്ള എല്ലാ ഇന്നേറ്റ് എബിലിറ്റിയും ദൈവം തന്നിട്ടുണ്ട്. നമുക്കില്ലാത്ത ഒരു കഴിവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള കഴിവ് ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. ഇല്ലാത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുമോ? അപ്പൊ നമ്മളെ ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിപ്രധാനമായ കാര്യത്തിനാണ് നിന്നെ നമുക്ക് സൃഷ്ടിച്ചേക്കുന്നത്. സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം നിർത്തുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ? ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യത്തോടെ യു ക്യാൻ ഇൻഫ്ലുവൻസ്. അപ്പൊ എല്ലാ നമുക്കുള്ള കഴിവുകളും താലന്തുകളും എന്ത് ചെയ്യാം? ഇൻഫ്ലുവൻസിന് വേണ്ടി ഉപയോഗിക്കാം അല്ലേ? അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് പ്ലേസ് എത്തണം. അപ്പൊ ഒരു കുട്ടിയെ ദൈവം എന്തിനാ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കി, ദൈവഹിതം മനസ്സിലാക്കി ആ കറക്റ്റ് ഡയറക്ഷന് വിടേണ്ട ചുമതലയാക്കണം. നമ്മളിപ്പം കരിയർ സെലക്ട് ചെയ്യുന്നത് കുട്ടിയെ കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കി ഫുൾഫിൽ ചെയ്യാനാണോ, നമ്മുടെ നഷ്ടസ്വപ്നങ്ങൾ തീർക്കാനോ? നമുക്ക് ചെറുതാകണം നോക്കില്ല എന്നിട്ട് പിള്ളേർക്ക് രോഗം, അല്ലെങ്കിൽ വളരെ ഇൽകൺസിഡറേറ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനം. ആ കോഴ്സിന് നീ കൂട്ടുകാരനുണ്ട് എന്നാ അവനോട് പറയാം ഒരു ഫോം നീ വാങ്ങിച്ചേക്കാം, നീ ഇവിടെ കൂട്ടുണ്ട്, ആ കോളേജിൽ നിന്നൊക്കെ ഒരു കൂട്ടുണ്ട്, ആ കോഴ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വളരെ എത്രയോ ഒരാളുടെ ഈ ആയുസ് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ദൗത്യം ചെയ്യാൻ വേണ്ടിയാ യു ആർ ഗോയിങ് ഫോർ എ കരിയർ അല്ലേ? ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഒരു ദൗത്യവും നീ ഭൂമിയെ സ്വാധീനിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വേദിയുമാണ്. അത് നിന്റെ ആപ്റ്റിറ്റ്യൂഡിനെ എബിലിറ്റിക്ക് ഒന്ന് ചേർന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യും? യു കനോട്ട് കോൺട്രിബ്യൂട്ട് എനിത്തിങ്. അതേസമയം ദൈവം നിനക്ക് വേണ്ടി പ്ലേസ് ചെയ്തിടത്ത് പോയാണെങ്കിൽ വലിയ സംഭാവന ചെയ്യാൻ എല്ലാവരെയും കൊണ്ട് പറ്റും. പറ്റുമല്ലേ? ഞാൻ പലപ്പോഴും പറയുന്നത് ഞാൻ ഭയങ്കര സംതൃപ്തനായ ഒരാളാണ്. എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ വളരെ സംതൃപ്തനാണ്. കാരണം ഒരു ദിവസം 2-3 പേരെങ്കിലും ജീവിതത്തില് ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഉറങ്ങാൻ പറ്റും. ഒരു ദിവസം പോലും 33 വർഷത്തിന് ഒരു ദിവസം പോലും 2-3 പേരെങ്കിലും ജീവിതത്തിൽ, പുതിയ 2-3 പേരെങ്കിലും ജീവിതത്തിൽ സിഗ്നിഫിക്കൻസ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങി. ഇന്നലെ എനിക്കൊരാള്, ഇന്നലെ 2 പേര് സൂയിസൈഡ് നോട്ട് എഴുതി. എനിക്കൊരാള് ബർത്ത് ഡെത്തിന്റെയും കൂടെ നമ്മുടെ ഫ്യൂണറലൊക്കെ അയക്കുന്ന ഒരു ഇതില്ലേ, അത് എനിക്ക് അയച്ചു. ജീവിച്ചിരിക്കുന്ന 36 വയസ്സുള്ള ഒരാള്, ഒരു ജനനം മരണം ഡേറ്റും കൂടെ ഫിക്സ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത് പെട്ടെന്ന് ചോദിച്ചു. പക്ഷെ മനസ്സിലിരുന്ന ഒരു വലിയ ലോകം എന്നോട് ഓപ്പൺ അപ്പ് ചെയ്തു ഫോണിൽ കൂടെ. അവസാനം ഞങ്ങളൊരു നോൺ സോഴ്സ് കോൺട്രാക്റ്റിലെത്തി. ആത്മഹത്യയെല്ലാം തീരുമാനിക്കാൻ പറ്റി. അത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആയിക്കോട്ടെ, അന്ന് സെയിം ഒരു സൂയിസൈഡ് ഐഡിയേഷനുള്ള
വേറെ ആളെന്ന് കിട്ടി. അപ്പൊ ഒറ്റ ദിവസം തന്നെ 2 സീസൺ ആൾക്കാർ വളരെ സിഗ്നിഫിക്കന്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയസ് ഉള്ള ഒരാൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. താങ്ക് യു മാൻ. അതാണ് വ്യത്യാസം, ആണോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ദൈവം ആക്കിയിരിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയാൽ നമ്മളെ കൊണ്ട് ഓരോ ദിവസവും ഭയങ്കര സംതൃപ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. യു ആർ ഇൻഫ്ലുവൻസിങ് ദ വേൾഡ്, യു ആർ റൂളിങ് ദ വേൾഡ് അല്ലെ, ടു എ സർട്ടൻ ലെവൽ. നമ്മളാക്കിയിരിക്കുന്ന സ്ഥാനത്ത് അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ റൈറ്റ് പ്ലേസിൽ എത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് 4000-ഓളം അംഗീകൃത പ്രൊഫഷണൽ നമ്മുടെ ആൾക്കാർ മൊത്തം പോകുന്നത് 40 താഴെ. അത്ര അറിയുന്നത് 10-15 എണ്ണമേ നമുക്ക് അറിയത്തന്നെ, 40 എണ്ണം തന്നെ വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. 4000 ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വലിയ ലോകത്തെ കുറിച്ചും പ്രത്യേകിച്ച് എന്ന് പറയാം, 2030 ആകുമ്പോഴത്തേക്ക് ലോകത്തിലുള്ള 33% പ്രൊഫഷൻ ലോകത്ത് കാണാൻ പറ്റും. ഇപ്പം ഇനി 6 വർഷം കഴിയും ലോകത്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല അങ്ങനെ ഒരു പ്രൊഫഷൻ. അത്രയ്ക്ക് ട്രാൻസിഷനിലൂടെ പോകുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ 40-30 കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി സാച്ചുറേറ്റഡ് ഫീൽഡാണ് വരുന്നത്. അപ്പൊ എന്ത് വിശാലമായി നമ്മൾ ഇന്നത്തെ ലോകത്തെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ വളരണം. ഒരു കുട്ടിയെ റൈറ്റ് പ്ലേസിൽ എത്തിച്ചു, ദൈവം അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ട്രെയിൻ ചെയ്ത് എത്തിച്ചെന്ന് പറയുന്നത് വലിയ സംതൃപ്തി ആണോ അല്ലേ? ഭയങ്കര സംതൃപ്തിയാണ്. അത് പേരന്റിങ്ങിന്റെ ഒരു പർപ്പസാണ് അല്ലെ? വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ യൗവനത്തിലെ മക്കൾ. അപ്പൊ വീരന് എന്തേലൊക്കെ അമ്പിരിക്കുന്നേ അല്ലെ? വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ അങ്ങനെ അടിക്കുന്നു യൗവനത്തിലെ മക്കൾ. അപ്പൊ ഇതിനാ തൊടുത്ത് വിടുന്നത്. അപ്പൊ ഡയറക്ഷൻ 1 ഇഞ്ച് തെറ്റിയാൽ എന്തായാലും ഗോള് ചെന്ന് പതിക്കുന്നുണ്ട്. അപ്പൊ മിസ്സിംഗ് ദ ടാർഗറ്റ് എന്ന് പറയുന്നത് പാപത്തിനുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ഉദ്ദേശിച്ച കാര്യം അവനെ കൊണ്ട് നടന്നില്ലെങ്കിൽ ലൈഫ് ഒരു പേജാണ്. അപ്പൊ റൈറ്റ് പ്ലേസ് എത്തിക്കുന്നതിൽ വലിയ റോളാകുന്നുണ്ട്. പ്രാർത്ഥനയോടെ കൃപയോടെ ചെയ്യേണ്ട ഒരു വലിയ ശുശ്രൂഷയാണ് എന്തോ 3-ാമത്തെ പർപ്പസ്. 4-ാമത്തെ പർപ്പസ് അടുത്ത നമ്മള് സങ്കീർത്തനം 127-28 വായിക്കുന്നുണ്ട്. മക്കളെ പോകാതിരുന്ന വീരന്റെ കയ്യിൽ അസ്ത്രം പോലെ യൗവനത്തിലെ മക്കൾ. കുട്ടികൾ എവിടത്തെ ഒരു പ്രധാനമില്ല, കുട്ടികൾ നമ്മുടേതല്ല. ദൈവം കുറച്ചു കാലത്തേക്ക് നമ്മളെ ഏൽപ്പിച്ച എന്താ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റിവാർഡ്സ് മാത്രം. നമ്മളെ പിള്ളേരെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇവരുടെ ഡിസിഷനും ഓണർഷിപ്പും ഒക്കെ എടുക്കണം. നമ്മുടേതല്ല, മേളിലിരിക്കുന്ന ഒരു ഹെവൻലി ഫാദറിന്റെ ഉടമസ്ഥയുള്ളത്. കുറച്ചു കാലം നമ്മളെ സ്റ്റിവാർഡ്സ് ആയിട്ട് നമ്മളങ്ങ് പോകുന്ന ട്രാൻസിയന്റ് പേരൻസ് ആണ്. എത്ര കാലത്തേക്ക് നമ്മളിവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പെർമനന്റ് ഫാദറിനെ ഏൽപ്പിച്ചിട്ട്, അപ്പം ഒരു പെർമനന്റ് ഫാദറിനെ ഏൽപ്പിക്കാൻ വേണ്ടി അവനെ അറിയാത്തവരെ നമ്മളെ ഏൽപ്പിക്കുക. നമ്മുടെ പണി എന്തുവാ? I am a transient father, you have a permanent father, connect with him. And if you connect with him, നിന്റെ പണി കഴിച്ചു. നമുക്ക് പിന്നെ തലവേദനയില്ല. മേലുമായിട്ട് കണക്ട് ചെയ്തൊരു പയ്യനെ കുറിച്ച് ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല, അവൻ കറക്റ്റായിട്ട് പോകുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചു കാലത്തേക്ക് ഞാനൊരു ട്രാൻസിയന്റ് സ്റ്റിവാർഡ് മാത്രമാണെന്നും there is a heavenly father for you എന്നും പറയാനും അവനെ പരിചയപ്പെടുത്തി അവനുമായിട്ട് കണക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള റോൾ ചെയ്യുന്ന വലിയ റോൾ നമുക്ക് ഉണ്ടോ ഇല്ല? അത് വിജയിച്ചാൽ നമ്മുടെ പേരന്റിങ് വിജയിച്ചു, നമ്മുടെ പിള്ളേരെ കറക്റ്റാണ്, നമ്മുടെ സന്തോഷത്തിനാണ്. ദൈവം നിയന്ത്രിക്കുന്നവൻ, ദൈവാത്മാവ് നിയന്ത്രിക്കുന്നവൻ എന്ന് നമുക്ക് സന്തോഷമായി. ദൈവം നിയന്ത്രിക്കാത്തവനും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്തവരും നമുക്ക് എപ്പോഴും കണിയുമായിരിക്കും. ശരിയാണ്, ഈ വലിയ റോളാണ്. അപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ദൈവം തന്ന സന്തോഷമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഈ ഒരു ബോധ്യം നമ്മൾ ധരിക്കണം. ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ കുറച്ചു കാലത്ത് ഏൽപ്പിച്ചവരാണ്. നമ്മുടെ ദൗത്യമേ ചെയ്യാവുന്ന അവൻ ചെയ്യേണ്ട തീരുമാനങ്ങളൊന്നും നമ്മളെടുക്കരുത്. അവനുമായിട്ട് കണക്ട് ചെയ്ത് തീരുമാനം എടുപ്പിക്കാനും അതിലൊരു ഗൈഡായിട്ടിരിക്കുന്ന പണിയെ നമുക്കുള്ളത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓവറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കാതെ കാര്യങ്ങൾ. 5-ാമത്തേത് മോഡ് ഭയങ്കരമായ എല്ലാവരും മാതൃകയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച്. പറയാൻ എളുപ്പമാണ്, ജീവിക്കാൻ എളുപ്പമല്ല. അന്നോ ഒരിടത്ത് ഞാൻ പറയും, എല്ലാവരും വീട്ടിലുണ്ടെന്നുള്ള ബോധത്തോടെ വേണം ജീവിക്കാൻ. എന്നാൽ വേറൊരു അർത്ഥത്തിൽ പിള്ളേരെ ഇന്ന് പേടിച്ച് ജീവിക്കുന്നത് ശരിയല്ല. അത് ഡിസിപ്ലിനുള്ളത്. പിള്ളേർ വീട്ടിലുണ്ടെന്നുള്ള ബോധം നമുക്ക് വേണം. ഏറ്റവും പേടിക്കേണ്ട കൊച്ചു പിള്ളേരെ. കാരണം കൊച്ചു പിള്ളേർക്കാണ് ഡിസൈൻമെന്റ് ഇല്ലാത്തത്. അപ്പൊ ഈ
കാണുന്ന ഒബ്സർവേഷൻ ലേണിംഗ് കാണുന്ന മൊത്തം കുട്ടിയെടുത്ത് വരച്ചുകൊണ്ടിരിക്കും. അത് ശരിയതോ തെറ്റാണെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള കഴിവ് വെച്ചെങ്കില്ല. വലിയവരൊക്കെ കാണിച്ച് അവരെല്ലാം കയറ്റി വിടത്തില്ല, കുറച്ച് സ്ക്രീൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് തലച്ചോറിലോട്ട് വിടത്തുള്ളൂ. സത്യത്തിൽ പേടിക്കേണ്ടതാരെ കൊച്ചു പിള്ളേരെ വലിയ പിള്ളേരെ കൊച്ചു പിള്ളേർ. പക്ഷെ നമ്മൾ സാധാരണ വലിയ പിള്ളേരെ അല്പം പേടിയുണ്ട്, പേടിയില്ലാത്തത് കൊച്ചു വെച്ചെന്താണ്. പക്ഷെ ഇവിടെ 3-4 വയസ്സുള്ള കുട്ടികള് എനിക്ക് ഞങ്ങൾ കൊച്ചു പിള്ളേർ നേരത്തെ കുറച്ച് ചെയ്തില്ല. ഇങ്ങനെ 5-6 വയസ്സുള്ള പിള്ളേർ ഒരു പഴയ 12 വയസ്സുള്ള പിള്ളേരെക്കാളും മാറി. എനിക്ക് ഈ ആഴ്ച 4 വയസ്സുള്ള 7 വയസ്സുള്ള ഒരു കൊച്ചിന്റെ കവിത കിട്ടി. സമയമില്ല പറയാൻ. 8 വയസ്സുള്ള ഒരു കൊച്ചിന്റെ സൂയിസൈഡ് നോട്ട് കിട്ടി ഈ ആഴ്ച. ഞാൻ വായിച്ചു. അപ്പൊ അമ്മ അപ്പനും അമ്മയും തമ്മിൽ വേർപെട്ട് അപ്പൻ 2ാമത്തെ ആളെ കല്യാണം കഴിച്ചു. അവന്റെ സ്വന്തം അമ്മ ഇവനെ ബാഡായിട്ട് ഈ സെക്കൻഡ് അപ്പൊ ഇവൻ സ്വന്തം അമ്മ നോക്കത്തില്ല. അതുകൊണ്ട് 2ാമമ്മ പൊന്നു പോലെ നോക്കും. കാരണം അവള് ഞങ്ങളുടെ ബാഡ് എക്സ്പീരിയൻസ് കൂടെ വന്ന ഒരു പെണ്ണായതുകൊണ്ട് ഇവിടെ ഈ കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കും. പക്ഷെ അത് കണ്ട ഇവർ അങ്ങോട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ സ്വന്തം അമ്മ ഈ 2ാമമ്മ 5 മാസം പ്രഗ്നന്റ്. ഈ 5 മാസം പ്രഗ്നന്റ് ആയ അമ്മയെ ആ കുഞ്ഞ് ജനിച്ചാൽ നിന്നെ നോക്കത്തില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി 8 വയസ്സുള്ള കൊച്ചിനെ ഉപയോഗിച്ചു. ചുവന്ന കൊച്ചിനെ കൊണ്ട് വയറ് തൊടിപ്പിച്ച് അബോർഷൻ നടത്തി. ആ അബോർഷൻ കഴിഞ്ഞ് 8 വയസ്സുകാരനെ അതിന്റെ സീരിയസ്നെസ് പിന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഒരിക്കലും വെച്ചു 8 വയസ്സുള്ള ഞാൻ 8 വയസ്സുകാരനോട് സംസാരിച്ചു. ഒരു മണിക്കൂർ കണക്കിൽ അവനാ ട്രോമ എക്സ്പീരിയൻസ് അല്ലേ എന്നോട് ഷെയർ ചെയ്യും. അമ്മക്ക് ഇരുന്നപ്പോ എങ്ങനെ തൊഴിക്കണം എന്ന് പറഞ്ഞ് കൃത്യമായി തൊഴിച്ചു. അങ്ങനെ അത് 5 മാസം പോയി. അതാ കൊച്ചുവിന് പക്ഷെ ഭയങ്കരമായ ട്രോമയായി. അതവനെ സൂയിസൈഡ് മരിക്കണമെന്ന് ചിന്തയിലേക്ക് നയിച്ചു. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചാണ്. അതിന് രക്ഷപ്പെട്ടു. ഞാൻ ഭയങ്കര നമ്മളെ ഇപ്പൊ 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ ലോകം ഞാൻ മനസ്സിലാക്കിയത് അവന്റെ വികാര ലോകം. 7 വയസ്സുള്ളപ്പം വല്യമ്മ മരിച്ച ഒരു കുഞ്ഞ് HMനൊരു നോട്ട് എഴുതി വെച്ചു. അച്ചു ഏകനാണ്, അച്ചമ്മയില്ല, എന്തോ അച്ചമ്മയില്ല. അപ്പം അച്ചമ്മയായിരുന്നു അമ്മയെ അടിക്കുമ്പം ഇടയ്ക്ക് നിൽക്കുന്നു. അമ്മയെ അടിക്കുമ്പോ ഇടയ്ക്ക് നിൽക്കാൻ എനിക്ക് അച്ചമ്മയില്ല, അച്ചു ഏകനാണ്. കവിതയാണ്. 2ാമത്തെ വായത്തരാൻ കൊടുത്തു. ഇങ്ങനെ ഓരോ ലൈൻ വെച്ചിട്ട് 8-10 ലൈനുള്ള ഒരു കവിത. ഈ 7 വയസ്സുള്ള 2ാം ക്ലാസ്സുകാരൻ എഴുതിയ കവിതയാണ്. ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കവിത അവൻ എഴുതി വെച്ചു. അവൻ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു മുന്നിട്ടിറങ്ങി നക്ഷത്രത്തെ നോക്കിയാൽ അവിടെ ചിമ്മുന്ന നക്ഷത്രം വല്യമ്മയാണ്, നീ അത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി. ചിമ്മുന്ന നക്ഷത്രത്തിൽ അച്ഛമ്മയെ കണ്ടില്ല, ചുരകനാണ്. അടുത്ത വാരം 2 വയസ്സുകാരുടെ കവിതയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലയാളം എഴുതിയ കവിതയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ 2 വയസ്സ് 7 വയസ്സ് 4 വയസ്സുകാരൻ അപ്പനും അമ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് എന്നോട് ചർച്ച ചെയ്തു. 1.5 മണിക്കൂർ എന്നോട് വിശദീകരിച്ചു. 4 വയസ്സുള്ള മോള് ട്രോമാ ഷീസ് അണ്ടർഗോയിങ് ഇൻ ഫാമിലി കോൺഫ്ലിക്റ്റ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ഭയങ്കര ഒബ്സർവേഷൻ ആണ് തോന്നുന്നത്. അയ്യോ ഞാൻ ഷോക്കടിച്ചു പോയി. കാരണം ഒരു 20 വയസ്സുള്ള ഒരാളെ വിശദീകരിക്കാത്ത വളരെ നാരോ ഡൗൺ ആയിട്ട് അവരുടെ കാര്യം മുഴുവൻ അവളെന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു. 1.5 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ 4 വയസ്സുള്ള കുട്ടികളൊക്കെ എന്ത് സ്മാർട്ടാണ്, എന്തുമാത്രം ഗ്രാസ്പിംഗ് ആണ് എന്നൊക്കെ ഈ ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസസ് ഞാൻ പറഞ്ഞു വന്നേ. അപ്പൊ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ധനവിനിയോഗം, ധനസമ്പാദനം, ദാനശീലം, അതിഥി സൽക്കാരം, പിന്നെ വചനധ്യാനം, കുടുംബ പ്രാർത്ഥന, ആരാധനായോഗം, ദൈവമക്കളെ ബഹുമാനിക്കുക, ആത്മീയതയ്ക്ക് മുൻപ് മിഷൻസിനുള്ള താല്പര്യം, ഇങ്ങനെ എണ്ണമറ്റ കാര്യങ്ങളിൽ നമ്മൾ മാറുക. അല്ലേ? ആണോ? ഇതെല്ലാം ഓരോ പോയിന്റ് എങ്ങനെ ധനവിനിയോഗം അല്ലെങ്കിൽ ധനസമ്പാദനം, അതിഥി സൽക്കാരം, കാരണം ഇതൊക്കെ ആത്മീയമായ വലിയ വലിയ ക്വാളിറ്റീസ് അല്ലേ? അതിഥി സൽക്കാരം വേണം. ഇപ്പൊ ഒരു വീട്ടിൽ വന്നാൽ ഒരാളെ സ്വീകരിക്കാൻ അറിയാവുന്ന പിള്ളേർ വലിയ പിള്ളേർ പോയി കഴിഞ്ഞാൽ ഹായ് കിടന്ന് ചിലപ്പോൾ ഫസ്റ്റ് ഡേ കാണും. നമ്മൾ പോകുന്നത് പോലും അടുത്ത് വരത്തില്ല.
വിളിച്ചാൽ പോലും ഒരാൾ വന്ന് സ്വീകരിക്കാൻ അറിയാത്ത, കയറിയിരിക്കാൻ പറയാത്ത, ചായ കൊണ്ട് കൊടുക്കാൻ അറിയാത്ത, മിണ്ടാൻ അറിയാത്ത, ഒരു ഗസ്റ്റിനോട് എങ്ങനെ സ്പീക്ക് ചെയ്യണമെന്ന് അറിയാത്ത ധാരാളം പിള്ളേർ രാജ്യത്തുണ്ട്. കേവല മനുഷ്യത്വമില്ലാത്ത, ഒരാൾ വയ്യാന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് അറിയാത്ത, അമ്മ വയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ശുശ്രൂഷിക്കാൻ അറിയാത്ത ഇയാളെങ്ങനെ ഹസ്ബൻഡ് ആയാലും ശുശ്രൂഷിക്കുന്നത്? കാരണം ടെൻഡർ കെയർ ആണ് ഒരു ഹസ്ബൻഡിന് വേണ്ടി ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മൾ ഏത് ആൺപിള്ളേരെ ടെൻഡർ കെയർ പഠിപ്പിക്കുന്നത് അല്ലെ? ഒത്തിരി ഞാൻ വലിയ ലോകം അതിലേക്ക് പോകുന്നില്ല. അത് വന്നത് സോ നല്ല മാതൃക നോഹ, അബ്രഹാം, യെശയ്യാവ്, യോശുവ, ശമൂവേലിന്റെ മാതാവ് യോനാദാവും മക്കളും, ശെബന്യ, എലിസബത്തും, തീമത്യോസിന്റെ അമ്മ, ഇയ്യോബ്, ഇങ്ങനെ ഒത്തിരിയും മാതൃകകൾ, ബിബ്ലിക്കൽ മാതൃകകളുണ്ട്. നല്ല പേരൻസിനുള്ള മാതൃകകളുണ്ട്. ഇതൊക്കെ സ്റ്റഡി ചെയ്യേണ്ട വിഷയങ്ങളാണ്, അതിലേക്ക് പോകുന്നില്ല. അമ്മാതൃക ഏത് മക്കളും അതെന്താ റോങ് മോഡലിലുള്ള നല്ല ബിബ്ലിക്കലുണ്ട്. അപ്പം ബൈബിൾ ഒത്തിരി നല്ല മാതൃകകളും മോശം മാതൃകളെ കുറിച്ചുള്ള ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. അടുത്തത് ദൈവം എങ്ങനെ ഒരു നല്ല പിതാവായിരിക്കുന്നു എന്നുള്ളതിന് നല്ല ഒത്തിരി മാതൃകകളുണ്ട്. Sensitive to his children's need, he protect his children, he give his promises, he provide for his children, he is fair, he is sensitive, അല്ലെ? വളരെ നീതി ചെയ്യുന്ന ഒരാളാണ്, സെൻസിറ്റീവ് ആണ്. അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് പ്രാർത്ഥനകളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു വളരെ സെൻസിറ്റീവ് ആളുകളുടെ നീതിനെ കുറിച്ച് ബൈബിൾ പറയുന്ന. he is holy and righteous, he is faithful, he forgives, he is changeless. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ദൈവത്തിന്റെ സ്വഭാവങ്ങള്, നല്ലൊരു അപ്പനുള്ള ഒത്തിരി ക്വാളിറ്റീസ്, ഇതെല്ലാം പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞു തന്നത് വലിയ വിശാലമായ ലോകമാണ്. അതുകൊണ്ട് അടുത്തത് പർപ്പസ് ഓഫ് ഹെൽപ്പിംഗ് എന്താ, നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. പിതാവ് എന്നുള്ളതിന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് അല്ലേ? വിവാഹം തന്നെ ആദ്യം എന്താണെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള എന്താ പാരഡൈസ് ഒക്കെ സൃഷ്ടിച്ചാൽ സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിനക്ക് പങ്കാളി തരണം. എല്ലാ നീഡ്സിനെ കുറിച്ച് ഭയങ്കര നമുക്ക് മുമ്പേ വിചാരമുള്ള ഒരു കർത്താവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ഒന്നുമില്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ശാരീരിക ആവശ്യം, സമീകൃത ആഹാരം, ഇപ്പം പിള്ളേർക്ക് വായിക്ക് രീതിയിലുള്ള ചപ്പളന്ന് കൊടുക്കുന്നത് ശരീരത്തിന് ആവശ്യമുള്ള ചപ്പളന്ന് കൊടുക്കുന്നത്. ഓരോ കുട്ടികളുടെയും ഫിസിക്കൽ നീഡ്സ്, ഏജിന്റെ നീഡ് അനുസരിച്ചുള്ള ഫുഡ് ഹാബിറ്റ്സ് തന്നെ നമുക്കുണ്ടോ? അതൊക്കെ ചിന്തിക്കേണ്ട വലിയ വിഷയങ്ങളല്ലേ ഡോക്ടേഴ്സ് ഇരിക്കുന്നു. ശുചിത്വബോധം, ക്രമവും ചിട്ടയും, സ്വന്തം കാലം ജീവിക്കാൻ പഠിപ്പിക്കുക അല്ലേ? ഇങ്ങനെ ഒത്തിരി ഇമോഷണൽ നീഡ്സ്. ഫോണ്ട് മാറ്റരുത്. അപ്പം വൈകാരികമായ ആവശ്യമുണ്ട്, സ്നേഹിക്കപ്പെടാൻ, അംഗീകരിക്കപ്പെടാൻ, പ്രോത്സാഹിപ്പിക്കാൻ അല്ലേ? അങ്ങനെയുള്ള എല്ലാവരും മനസ്സിന്, ശരീരത്തിന് ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അവഗണന, ശാരീരികമായ ഫിസിക്കൽ അഴച്ചിൽ തന്നെ, ഫിസിക്കൽ ആബ്സെൻസ് തന്നെ എന്തോ റിജക്ഷനാണ് അല്ലേ? ചൈൽഡ് അബ്യൂസ് ഒന്നാമത്തെ നെഗ്ലക്ഷനാണ്. സമയം കൊടുക്കാതിരിക്കുന്നത് നെഗ്ലക്ഷനാണ്. ആവശ്യങ്ങൾ നിറവേറ്റാത്ത ഒരു നെഗ്ലക്ഷനാണ്. ലാളന കൊടുക്കാത്ത ഒരു നെഗ്ലക്ഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്നത് മാത്രമല്ല, കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുന്നതും ഒരു അബ്യൂസാണ്. ചൈൽഡ് അബ്യൂസിന്റെ ഒന്നാമത്തെ കാര്യം നെഗ്ലക്റ്റാണ്, ചൈൽഡ് നെഗ്ലക്റ്റ്. അപ്പം ചൈൽഡിന്റെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സോ സ്പിരിച്വൽ നീഡ്സോ നിഷേധിക്കുന്നതും എന്തുവാ, കളിക്കാൻ വിടാതിരിക്കുന്നത് പോലെ ഒരു അപകടനെ. കാരണം കുട്ടിയുടെ ഒരു ഫിസിക്കൽ നീഡാണ്, സോഷ്യൽ നീഡും അത്രയും. നമ്മൾ പലപ്പോഴും ആത്മീയതയുടെ പേര് പണ്ട് കളിക്കാൻ വിടത്ത് പോലും ഇല്ല, നമ്മളെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കത്തില്ല ഇതിനൊക്കെ. പക്ഷെ ഇറ്റ്സ് അബൌട്ട് റിജക്ഷൻ ഓഫ് നീഡ്സ് ആണോ? ഇതെല്ലാം മനുഷ്യന്റെ നീഡുകളാണ്. സ്നേഹവും ലാലനം കൊടുക്കാതിരിക്കുക, കുട്ടികളുടെ നേതൃത്വത്തിലും പ്രവർത്തിക്കും താല്പര്യം കാണിക്കാതില്ല, ചെയ്യാത്ത തെറ്റിന് ചേരാത്ത ശിക്ഷ കൊടുക്കുക, കുട്ടികൾക്ക് സമയം ചെലവഴിക്കാതിരിക്കുക. നമുക്ക് ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂൾ നമുക്ക് എല്ലാം പറ്റും നടത്തണം അല്ലേ? ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റാതെ. ഇന്റലക്ട് വായിക്കാൻ പഠിപ്പിക്കുക, TV നിയന്ത്രിക്കാൻ പഠിപ്പിക്കുക, മൊബൈൽ നിയന്ത്രിക്കാൻ പറ്റുക, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇന്റലക്ച്വൽ നീഡ്സുകളുണ്ട്. മറ്റൊന്ന് സോഷ്യൽ നീഡ്സ്, ആദരിക്കാൻ പഠിപ്പിക്കുക, കൂട്ടുകാരെ അറിയുക, നല്ല പെരുമാറ്റം, പരസ്പര സാഹോദര്യം, നിസ്വാർത്ഥത, സ്നേഹം പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുക. പലർക്കും സ്നേഹമുള്ളവരാണ്, പക്ഷെ സ്നേഹം കാണിക്കാൻ അറിയാത്ത ഒത്തിരി പേരില്ലേ? സ്നേഹമുള്ളവരാ പക്ഷെ സ്നേഹം കാണിക്കാൻ സ്കില്ലാണ്. ഒരു 10 മിനിറ്റ് പോയാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പോലാണ്, പെർസെപ്ഷൻ തോന്നുന്ന ഒരു പോലാണോ? ഇല്ല.
വീട്ടിലെ ആളുകളുടെ ആതിഥ്യമര്യാദനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് ആ മാന്തം ഒത്തിരി വ്യത്യാസം വരും അല്ലേ. അത് സ്കില്ല, സ്നേഹം ഹൃദയത്തിൽ കാണും. പക്ഷെ ചിലപ്പോൾ നമുക്ക് വേണ്ടി ചായ ഇടാൻ പോയതായിരിക്കും. പക്ഷെ ഒന്ന് ഇരിക്കും, ഞാൻ ചായ ഇട്ടോണ്ട് ഒറ്റ മധുരം ഇടണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു, ചായ ഇടാൻ പോയി. പക്ഷെ നമ്മളോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ ചായ ഇട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് ചായ കുടിക്കണം എന്നില്ലെങ്കിൽ പോയാൽ മതിയുള്ളൂ. കാരണം ആ 10 മിനിറ്റ് നമ്മളെ അൺഅറ്റൻഡ് ചെയ്തു, അറ്റൻഡ് ചെയ്തില്ല. അത് നമുക്കുണ്ടാക്കിയ അസ്വസ്ഥയാണ്, ശരിയല്ലേ? അത് എന്തൊരു സ്കില്ലിന്റെ അഭാവമാണ്, ഹൃദയത്തിലൊന്നും വിചാരിച്ചതൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട സ്കിൽസാണ്. ആണോ? നിസ്വാർത്ഥത, ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക. അതിലൊക്കെ കുട്ടി വന്ന മോനെ അവൻ വരുന്നത് മൊത്തം കഴിക്കാണ്ട് അവനോട് ഇച്ചിരി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഷെയറിങ് പഠിപ്പിച്ചു അല്ലേ. അതിലൊക്കെ പശു കയറി നമ്മുടെ കപ്പ തിന്നപ്പം പോട്ട് മോനെ ഒന്നും പറയണ്ട, നമ്മുടെ അയൽവക്കാരുമായിട്ടുള്ള ബന്ധമാണ് കപ്പയെക്കാളും വലുതെന്ന് പ്രാധാന്യം കൊടുക്കാം. അതിന് പേര് വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ കപ്പയാണോ, കൊച്ചിനെന്താ മനസ്സിലായത്, കപ്പയാണോ റിലേഷൻഷിപ്പാണോ ഇമ്പോർട്ടൻറ്റ്. ഒരു കപ്പയ്ക്ക് എന്തോ വിലയുണ്ട്, അയൽവക്കുമായിട്ടുള്ള പിണക്കിന് എന്തോ വിലയുണ്ട്. ഇത് ഇതിനാ വിലയുള്ളത് നമ്മളാ പഠിപ്പിക്കുന്നേ, ആണോ അല്ലയോ? ആണോ? ഇങ്ങനെ ഓരോ കോണ്ടെസ്റ്റിലും നമ്മുടെ ബിഹേവിയേഴ്സ് ആണ് വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ശരിയല്ലേ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മൗനമായിട്ട് പഠിപ്പിക്കുന്നു. ഒത്തിരി തിയോളജി ഒന്നും വലിയ പഠിപ്പിക്കുന്നുമില്ല, ബൈബിൾ ക്ലാസ് ഒന്നും എടുക്കണ്ട. വീട്ടിലെ മാതൃകൾ ഭയങ്കരമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാതൃകൾ ആണോ? എൻ്റെ കൊച്ചിന് ഞാൻ എൻ്റെ വലിയത്തിനോട് പറഞ്ഞു, പാവങ്ങൾ ശിഷ്യന്മാരെ എൻ്റെ വീട്ടിൽ വാൻഡറിങ് ആയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റുകളെ രാഷ്ട്രീയ പിടിച്ചോണ്ട് വരിക. മിക്കവാറും ഒരു 360 ദിവസം 10-200 ദിവസമെങ്കിലും അത്തരം ആരെങ്കിലും വീട്ടിൽ കാണും. ആരും അംഗീകരിക്കുന്നു, ആരും പിടിച്ചോണ്ട് പോകാത്ത ആളുകളെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ ട്രീറ്റ് ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത്, ചിലരാണെങ്കിൽ വീട്ടിൽ കിടന്ന് തന്നെ വയറൊടിയുക, ഭയങ്കര ഛർദ്ദിക്കുക, അങ്ങനെ നല്ല സിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ അവര് വിളിച്ചോണ്ട് വരിക. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് എൻ്റെ പേര് ആര് വന്നാലും ഞാൻ വിളിച്ചോണ്ട്, പ്രത്യേകിച്ച് ആരും വിളിച്ചോണ്ട് പോകാത്തവരെ തീർച്ച വിളിച്ചോണ്ട്. ഈ ശീലം എന്നെ പ്രസംഗിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. ജസ്റ്റ് ബൈ ഒബ്സർവിങ് ഐ ലേൺ ഇറ്റ്. ചെയ്യാതിരിക്കാനൊക്കെ പറ്റത്തില്ല. ആദ്യത്തെ ചെയ്യാതെ ബന്ധുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ കീപ്സ് ഒരു 4th ജനറേഷൻ ആളുകളുമായിട്ട് പോലും ബന്ധങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഐ ഓൾസോ കീപ്പ് റിലേഷൻഷിപ്പ്. ഒരു 3-4 തലമുറയുള്ള ആളുകളോടുള്ള ബന്ധം, ബന്ധികളുള്ള ബന്ധം, ഇതെല്ലാം പഠിപ്പിച്ചത് ആണോല്ലേ? ആണോ? കൊടുക്കാൻ പഠിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പഠനം നടക്കുന്ന സർവകലാശാല വീടാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഇവിടെ, ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഇവിടെ, വിട്ടുവീഴ്ച പഠിപ്പിക്കുന്ന ഇവിടെ, കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഇവിടെ, ശുശ്രൂഷ പഠിപ്പിക്കുന്ന ഇവിടെ, എല്ലാം മനുഷ്യന് വേണ്ട സകല ഗുണങ്ങളും പഠിപ്പിക്കുന്ന. മറ്റേടത്ത് കെമിസ്ട്രി, ഫിസിക്സ്, സോളജി, സൈക്കോളജി ഒക്കെ ഇവിടെ കോളേജ് സർവകലാശാലയിൽ പഠിപ്പിക്കത്തുള്ളൂ. മനുഷ്യന് വേണ്ട സകല ഗുണങ്ങളും പഠിപ്പിക്കുന്ന സർവകലാശാല അവിടുത്തെ പ്രൊഫസേഴ്സ് നമ്മളാണ്. ആണോ? കെമിസ്ട്രി അറിയത്തില്ലെങ്കിലും ജീവിക്കാം. സ്നേഹിക്കാൻ അറിയാത്തവൻ, പങ്കുവയ്ക്കാൻ അറിയാത്തവൻ, ബഹുമാനിക്കാൻ അറിയാത്തവൻ, വിട്ടുവീഴ്ച ചെയ്യാൻ അറിയാൻ, ക്ഷമിക്കാൻ അറിയാത്തവൻ, പൊരുത്തപ്പെടാൻ അറിയാത്തവൻ ഇവിടെ പോയി ജീവിക്കാന് ഇതൊക്കെ പഠിപ്പിക്കുന്ന സർവകലാശാല വീടാണ്. ആണോ അല്ലേ? ആണോ? നമ്മളെ എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം? അപ്പൊ നമ്മൾ ഈ മോഡൽ ഭയങ്കരമായി സൂക്ഷിച്ച് നിങ്ങളുടെ, കാരണം നമ്മളിൽ നിന്ന് അനുകരിക്കാത്തൊന്നും നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. നമ്മളിൽ നമ്മൾ ദുശീലം പഠിച്ചു എന്ന് പറയുന്നതിനേക്കാളും വലിയ ഗതികേടുണ്ട്. എൻ്റെ കണ്ണിനേക്കാൾ ഒരു മനസ്സിൽ ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് എവിടെ നിന്നാണ് പഠിക്കുന്നത്? അപ്പം പഠിപ്പിച്ച അപ്പം വായി ഒഴിച്ചു തന്നു, 5 വയസ്സുള്ളപ്പോൾ ഒഴിച്ചു തന്ന, അവസാനം ഇപ്പം അഡിക്റ്റ് ആയിട്ട് അപ്പനെ എങ്ങനെ നശിപ്പിച്ചത്. എന്തൊരു ദുരന്തമല്ല അപ്പനെ സംബന്ധിച്ചോളം. അപ്പൻ ദുശീലം പഠിപ്പിച്ച അവസാനം ഇപ്പം കയറി പോയി 30-ാം വയസ്സിൽ ഇവൻ അഡിക്റ്റ് ആക്കുന്ന ഗതികേടില്ല. അപ്പം പഠിപ്പിച്ചാൽ അപ്പൻ്റെ പേരന്റിങ്ങിന്റെ ഗതികേട് നോക്കും അല്ലേ? ശരിയാണ്. അമ്മയെ അടിക്കാൻ പഠിപ്പിച്ചത് അപ്പനെ, ദേഷ്യം വരുമ്പോൾ തല്ലിപ്പടിക്കാൻ പറ്റിയ അപ്പനാണെങ്കിൽ ആ മോഡലിംഗ് ഉണ്ടായി. എന്തൊരു വലിയ ദുരന്തമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം നമ്മൾ നമ്മളിൽ നിന്നൊരു ദുശീലം വരാൻ ഒരിക്കലും വളരെ കമ്മിറ്റായിട്ട് പ്രാർത്ഥിക്കാൻ. നമ്മൾ മനുഷ്യരാണ്, തെറ്റുപറ്റാം. മൂല്യങ്ങൾ വേരുറപ്പിക്കാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഫെയ്ത്ത്, സ്പിരിച്വാലിറ്റി, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ പ്രാർത്ഥിക്കാൻ അല്ലേ?
താങ്ക്സ് ഗിവിങ്ങിന് മിഷൻസിനോട് താല്പര്യം. നമ്മളൊരു മിഷൻ ഫീൽഡൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേർ നാളത്ത് പോയി കഴിഞ്ഞാൽ പിള്ളേർ മതി, അവർ തന്നെ പൊക്കോളും, പോകില്ലേ. നമ്മുടെ കമ്മിറ്റ്മെന്റ് അവർക്ക് കമ്മിറ്റ്മെന്റ്, നമ്മൾ കൺസേൺ ചെയ്യുന്ന അവർക്ക് കൺസേൺ ആണ്, നമ്മൾ കൊടുക്കുന്ന അവരെ അവസാനം അവരും കൊടുക്കാൻ തുടങ്ങുന്നില്ലേ. അത് എനിക്കറിയാം, തലമുറകളായിട്ട് അത് പതുക്കെ പോകുന്നുണ്ട്. കൊടുക്കുന്നതെല്ലാം കൊടുക്കും, ചെയ്യുന്നവരെല്ലാം ചെയ്യും, മിഷൻസിനോട് താല്പര്യമുള്ളവരെല്ലാം ചെയ്യും. അത് കണ്ടു വളർന്നാൽ മതി, അതിനെ കുറിച്ച് പ്രശ്നങ്ങളൊന്നും ഏറെ വേണ്ട. ജസ്റ്റ് ഒബ്സർവ് നല്ലപോലെ ജീവിതത്തിൽ വരുമെന്നില്ലേ. വളരെ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇത്രയൊക്കെ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനത്തെ ഇപ്പോൾ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. പരിശീലനം ഏറ്റവും വലിയ, അത് ഒരു വലിയ വിഷയമാണ്. എങ്ങനെ അത് ഏറ്റവും വലിയ പേരന്റിങ് പർപ്പസാണ് ഡിസിപ്ലിൻ വെച്ചാൽ ആണോ അല്ലേ. പല വിധത്തിൽ ഡിസിപ്ലിൻ, അതോറിറ്റേറിയൻ ഡിസിപ്ലിൻ ഉണ്ട്, അതോറിറ്റേറ്റീവ് ഉണ്ട്, പെർമിസീവ് ഗ്രേസ്ഫുൾ ഡിസിപ്ലിൻ ഉണ്ട്. നമ്മൾ കൃപയുടെ സന്തതികളാണ്, കൃപയിൽ വളർത്തപ്പെടുന്നവരാണ്, ആണല്ലേ. ദൈവം നമ്മളെ കൃപയിൽ വളർത്തുന്നവരാണ്, നമ്മുടെ പിള്ളേരെ കൃപയിൽ വളർത്തുന്നവരാണ്. We are enjoying the God's graceful discipline. ഒരു ദിവസം കൃപയിൽ വളരുന്നവരല്ലേ നമ്മൾ. അപ്പൊ ഈ കൃപയുടെ സന്തതികൾ എങ്ങനെ വളരണം? കൃപയിൽ വളരണം, കൃപ കണ്ടു വളരണം. അപ്പൊ അതിന് അവരോട് പഠിപ്പിക്കണം, അവരെ ടീച്ച് ചെയ്യണം, അവരെ ഇംപ്രസ് ചെയ്യണം, അവരെ എല്ലാ ദിവസവും അവരോട് പഠിപ്പിക്കണം, അവരെ ഒബേ ചെയ്യണം, അവരെ കെയർഫുള്ളി ഡിസിപ്ലിൻ ചെയ്യണം, അവർക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ അവരല്ലേ. അവരെ ട്രെയിൻ ചെയ്യണം, ഡിസിപ്ലിൻ ചെയ്യണം, ഡിസിപ്ലിൻ ചെയ്യാതിരിക്കരുത്, അവരെ കൈപ്പായിട്ടിരിക്കരുത്, അവരെ ദേഷ്യപ്പെടുത്തരുത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഭയുടെ ലീഡർഷിപ്പ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫാമിലിയെ നല്ലപോലെ നോക്കുന്നുണ്ടോ നോക്കണം. കാരണം എങ്കിലും സഭയുടെ ലീഡർഷിപ്പിലേക്ക് വരാറും. കാരണം അത് പ്രാക്ടീസ് ചെയ്യേണ്ട, വീട്ടിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ അത് ലാർജർ കമ്മ്യൂണിറ്റി പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ എന്നതുകൊണ്ടാണ് പറഞ്ഞത്. ചെക്ക് വെദർ ഹി ഈസ് പ്രാക്ടീസിംഗ് അറ്റ് ഹോം എന്ന് പറയുന്ന ഡീക്കനെയും എല്ലാവരെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം വലിയ ബൈബിൾ സ്റ്റഡി പോകേണ്ട വിഷയങ്ങളാണ്. ഞാൻ എൻ്റെ ഫ്രെയിംവർക്ക് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ ഡിസിപ്ലിൻ പറഞ്ഞത്? ദൈവത്തോടും കുടുംബത്തോടും അന്യരോടും ആരോഗ്യകരമായ ബന്ധം പുലർത്തുക. ഏത് കാര്യത്തിലും അതുപോലെ ബന്ധം പുലർത്തുക, അവരോട് ചുമതല ചെയ്യും. അപ്പൊ ദൈവത്തോടുള്ള ചുമതല എന്താ? കുടുംബത്തോടുള്ള ചുമതല എന്താ? സമൂഹത്തോടുള്ള ചുമതല, തന്നോട് തന്നെയുള്ള ചുമതല എന്താ? നമ്മളോട് ഒത്തിരി ചുമതലയാണ്. അതിനെക്കുറിച്ചുള്ള ബോധം. ഇവരോടെല്ലാം നല്ല ബന്ധം, നമ്മളോട് നമുക്ക് നല്ല ബന്ധം വേണം, കുടുംബത്തോട് വേണം, ദൈവത്തോട് വേണം, സമൂഹത്തോട് വേണം. എന്റെ അപ്പൊ നല്ല ബന്ധം പുലർത്തുക, ഇവരോടൊക്കെയുള്ള ചുമതല മനസ്സിലാക്കുക, ശരിയും തെറ്റും മനസ്സിലാക്കി തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടതുള്ള കഴിവ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്. ഇത് മൂന്നുണ്ടെങ്കിൽ ഒരാൾ ഡിസിപ്ലിൻ ആണോല്ലേ. പക്ഷേ 5 വയസ്സുള്ള കൊച്ചിലാണോ 20 വയസ്സുള്ള കുട്ടിയാണോ ഇപ്പൊ നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. പ്രാക്ടിക്കലി ജനറലി കൊച്ചു കുട്ടിയോ വലിയ കുട്ടിയോ അല്ലോ കൂടുതൽ 17, 18, 19 വയസ്സുള്ള പിള്ളേരെ ഡിസിപ്ലിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. 5 വയസ്സുള്ള കൊച്ചിനെ എട്ടുപെട്ടൊന്നും അറിയത്തില്ല, ഡിസൈനിങ് കപ്പാസിറ്റി ഇല്ല, ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ട് 18 വയസ്സുള്ള. അപ്പൊ ഗ്രോ ചെയ്തോ? കുട്ടി വളർന്നു ഫിസിക്കലി, പക്ഷെ അകത്തെ മനുഷ്യൻ വളർന്നു. അകത്തെ മനുഷ്യൻ വളരുവാണെങ്കിൽ 23 വയസ്സ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പിന്നെ വളർന്നിട്ടില്ലെന്നാണ് അല്ലേ. അതാണ് നമ്മള് ഫിസിക്കൽ ഗ്രോത്തിനെ കുറിച്ച് അല്പം കുറഞ്ഞ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കും. ഡോക്ടർമാർക്കറിയാം അവൻ ക്ഷീണിച്ചു, ഇച്ചിരി വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വല്ല തൂണിക്കരാമെന്നൊക്കെ ചോദിച്ചപ്പോ വരുന്ന ഇഷ്ടം പോലെ പേരൻസ് ഉണ്ട്. പക്ഷെ ഇവന്റെ അകത്തെ മനുഷ്യൻ വളരുന്നില്ലെന്ന് പറഞ്ഞ് ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ എത്ര പേരൻസ് ഉണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, ഇമോഷണൽ മാനേജ്മെന്റ് പോറാണ്, റിലേഷൻഷിപ്പ് അറിയത്തില്ല, ഡിസിഷൻ മേക്കിംഗ് അറിയത്തില്ല, ശരി തെറ്റ് തീരുമാനിക്കാനുള്ള കഴിവില്ല. ചിന്തിച്ചല്ല എഴുത്തിയാണ് തീരുമാനം, ചിന്തിക്കാതെ തീരുമാനം എടുക്കും. ഇത് വൈകല്യമാണെന്ന് ബോധമുള്ള എത്ര പേരുണ്ട്? ആൾക്കാര് ഇതൊക്കെ പ്രശ്നമാകുമ്പോഴേ ആൾക്കാരോട് ഒത്തുപോകത്തില്ല. സ്വന്തം പേരൻസിനോടും സഹോദരങ്ങളോടും ഒത്തുപോകാത്ത ആള് ഗ്യാരണ്ടി ആയിട്ട് കല്യാണത്തിൽ ഒത്തുപോകത്തില്ല. റിലേഷൻഷിപ്പ് എവിടെയുണ്ടോ അത് നല്ലവര് പോകുന്നെങ്കിൽ മറ്റുള്ളവരോട് പോകും, വെള്ളത്ത് പോയില്ലെങ്കിൽ മറ്റിടത്തും പോകത്തില്ല. ചില നമ്മൾ അനുസരിക്കാത്ത ചെറുക്കാൻ കല്യാണം കഴിച്ചാൽ ശരിയാകും. അവസാനം ഒരു കൊച്ചുകൂടെ വലി. കാരണം സ്വന്തം അമ്മയോടും അമ്മയോടും സഹോദരങ്ങളോടും
അഡ്ജസ്റ്റ് ചെയ്യാത്തവൻ കല്യാണം കഴിച്ച് ശരിയാവും? ഒരിക്കലും ഇല്ല. കല്യാണം പലതിനും മരുന്നായിട്ട് തെറ്റിയിരിക്കുന്നത്. സകല പ്രശ്നം പരിഹരിക്കും കല്യാണം കഴിക്കുക, നന്നാകും. സ്വഹാരം നന്നാകത്തില്ല, ആള് പഴയ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മള് അപ്പൊ അത് ആൾക്ക് ആ ബന്ധത്തിലുള്ള പ്രശ്നം കാണിക്കുന്നത് ഈ ആൾക്ക് ബന്ധപ്രശ്നമുണ്ട്. അത് എവിടെ പോയാലും കാണും അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരാളത്തല്ല എല്ലായിടത്തും കാണും. ഒരാളോട് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മറ്റുള്ള ഒരാളോട് കാണും. ഒരിടത്ത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടെങ്കിൽ വേറൊക്കെ കാണുമോ ഇല്ലയോ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തക്ക സമയത്ത് ഹെൽപ്പ് കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ അകത്തെ മനുഷ്യന്റെ ഈ ശക്തി കുറവിനെ കുറിച്ച് ബോധം നമുക്ക് പലപ്പോഴും ഇല്ല. ഫിസിക്കലി മാർക്ക് കുറഞ്ഞാലും ആരോഗ്യം കുറഞ്ഞാലും പെട്ടെന്ന് ഇപ്പൊ കേരളക്കാർ ഭയങ്കര കൺസേൺ. പക്ഷെ മറ്റ് ആസ്പെക്ടുകളെ കുറിച്ച് അത്രയും കൺസേൺ ഇല്ല. ഇതൊക്കെ ചിന്തിക്കണം അല്ല. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കണം. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ടതാണ് അകത്തെ മനുഷ്യന്റെ വളർച്ച. സ്പിരിച്വലി അവൻ ആത്മീയനല്ല, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇല്ലേ? 10 വർഷമായിട്ട് ആ സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ല, അതൊരു കൺസേൺ ഉള്ള ഒരു എത്ര വളരെ കുറവ്. ഞാനെപ്പെട്ട് രക്ഷപ്പെട്ടു, അങ്ങനെ കുഴപ്പമില്ല. അല്ല, അവന്റെ ആ പ്രായത്തിനൊക്കെ ഗ്രോത്ത് ഉണ്ടോ? ഇതെല്ലാം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇതെല്ലാം കൂടെ ഒരു സമഗ്ര വളർച്ചയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവുള്ള ഒരു സാമൂഹ്യ ജീവിയാണ്. അവന്റെ സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം. സമഗ്ര നീഡ്സും മീറ്റ് ചെയ്യണം, സമഗ്ര വ്യക്തിത്വം വളരണം. അതെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റാൻ പറ്റും. ഇതൊരു വലിയ ചലഞ്ചിങ് ജോബാണ്, വളരെ വലിയ അപകട സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഇത് ഇന്റഗ്രേറ്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ ഭയങ്കരമായ സ്ട്രഗിൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സോ അതിനകത്തെ വെല്ലുവിളികളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾ വരുന്ന ദിവസം ചിന്തിക്കുകയും അതിനകത്ത് ഗൈഡൻസ് ഒക്കെ വേണ്ടിയ കാര്യത്തിൽ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പറായിട്ടുള്ള സ്റ്റഡീസ് വേണം. അതൊക്കെ നമ്മുടെ ഈ സഭയുടെ വളരെ അത്യാവശ്യമായ വളർച്ച. കാരണം അടുത്ത തലമുറയുടെ വളർച്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യത്തെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വരുന്നത് ശ്രദ്ധിക്കാനും അങ്ങനെ ചിന്ത ഉണർത്താൻ ഈ ചിന്ത കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നോവലിനെ നോക്കിയോണം എന്ന് പറയുന്നു. നമുക്ക് ഇനി കേട്ടിരുന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് സമയം ഒട്ടുമില്ലാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ചുരുക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കണ്ടല്ലോ ലോകത്തിന്റെ ആവശ്യം എത്ര മുകളിൽ കിടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടി എങ്ങനെ മാതാപിതാക്കന്മാർ വളരെ ഇൻഫ്ലുവൻസ് കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന അതനുസരിച്ച് അത് സമുദായത്തിലും നമ്മൾക്ക് കർത്താവിനും പ്രയോജനമുള്ളവരാക്കി തീർക്കാൻ സാധിക്കുന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ അവർ കണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണം. നമുക്ക് തന്നെ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ആലോചന. ദൈവത്തെ അറിയാത്ത ജനങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധിയിൽ കൂടെ പോകുന്നു. അവർക്ക് വേണ്ടി ദൈവത്തെ അറിയണം, ജനങ്ങൾ ദൈവത്തെ അറിയണം, മാതാപിതാക്കന്മാർ ദൈവത്തെ അറിയണം എന്നുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് ഓരോ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. സഹോദരൻ അഗസ്റ്റൻ പ്രാർത്ഥിക്കുന്നു. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവേ, ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായിട്ട് നന്ദി കരേറ്റുന്നു. ഞങ്ങൾക്ക് ഒരു സ്വർഗസ്ഥ പിതാവ്, ഒരു പൂർണ്ണനായിട്ടുള്ള ഒരു സ്വർഗസ്ഥ പിതാവ് ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ ഓർമ്മിപ്പിച്ച് ആ പിതാവിന്റെ സ്വഭാവം ഞങ്ങളിൽ ഓരോരുത്തരിലും രൂപീകരിക്കുവാൻ വേണ്ടി കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ഞങ്ങൾക്ക് വെച്ചു തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിലെ കർത്താവെ ഞങ്ങളായിരിക്കുമ്പോൾ എങ്ങനെ അവിടുത്തെ ഉദ്ദേശപ്രകാരം, അവിടുത്തെ പദ്ധതി പ്രകാരം കുടുംബത്തെ വാർത്തെടുക്കുകയും ആ കുടുംബത്തിലൂടെ ദൈവിക മക്കളെ വാർത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഇന്ന് പ്രബോധിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. കർത്താവെ, കേട്ട് വിട്ടുപോകുന്നവരായി തീരാതെ അവിടെ നിന്ന് ഞങ്ങളോട് കേൾപ്പിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി കർത്താവെ കുടുംബത്തില് ദൈവമക്കളെ വാർത്തെടുക്കുകയും മാതൃകയുള്ള പൊതുജീവിതം നയിച്ച് ദൈവമേ അവിടുത്തെ രാജ്യത്തിന്റെ വിശാലതയ്ക്ക്, അവിടുത്തെ പദ്ധതികൾ ഞങ്ങളിലൂടെ പൂർത്തീകരിക്കുവാനും ഇടയാകുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുവാനും അവരിൽ ഓരോരുത്തരിലും അവിടുത്തെ സ്വഭാവം രൂപീകൃതമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. കർത്താവ്, ഇന്ന്
കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് പിന്നെയും നന്ദി കരയറ്റുന്നു. അവിടുത്തെ വചനം ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അങ്ങയുടെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവെ അവിടുത്തെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ച് അനേകർക്ക് ഈ വചനം പങ്കുവയ്ക്കുവാന്, അനേകരെ അവിടുത്തെ പക്കലേക്ക് നടത്തുവാന് പിന്നെ മകനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. മകന്റെ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സമയത്തിനായിട്ട് നന്ദി കരയറ്റുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇവിടെയും ഇവിടെ കൂടി വന്നവർക്കും ഓൺലൈനിൽ കേൾക്കുന്നവർക്കും കർത്താവ് ഈ വചനമെടുത്ത് അവരുടെ ജീവിതത്തെ പണിയുവാൻ സഹായിക്കണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വഴി ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മ, സന്തോഷം കേട്ട വചനങ്ങൾ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ.